ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാംഗോ റെസിപ്പിയാണിത്. മാംഗോ കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്കായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരേക്കും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുമ്പോൾ ഒട്ടും കട്ടകളില്ലാണ്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സിന് നമുക്ക് ഈ ഒരു പാലിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും ഒന്ന് നന്നായി തന്നെ മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നട്ട്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാം പിസ്തയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നട്ട്സ് എല്ലാം ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാംഗോ പീസസ് ഈ ഒരു കസ്റ്റാർഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ്. അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായി തണുത്ത് വരുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. മാങ്ങ ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.